ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാഫിക് ഡിസൈൻ എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ നിങ്ങൾ നോക്കിയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈൻ കുറച്ചും കൂടെ നമുക്കൊന്ന് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അല്ലാതെ തന്നെ എല്ലാവർക്കും നല്ല ഗ്രാഫിക് ഡിസൈനറാണെന്ന് അറിയാം, എന്നാലും ഇതും കൂടെ നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈൻസ് എല്ലാം കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ഫീൽഡിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്. അപ്പോൾ ബാലൻസ് നമുക്കറിയാമല്ലോ, എന്താണ് ഒരു ബാലൻസ്? സിമ്മട്രി അല്ലാത്തതുമായിട്ടുള്ള രണ്ടിനെ നമുക്ക് ബാലൻസ്, ഇൻബാലൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് ബാലൻസിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഇല്ല അത് ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു അൺഈവനായിട്ടുള്ളൊരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് എന്നാണ്. അത് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് മാത്രം നമുക്കൊരു ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റിനെയും ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഡിസൈൻ വേറൊരു ടൈപ്പ് ഓഫ് ഡിസൈനാണെന്ന് വിചാരിക്കുക. അങ്ങനെ പലതും നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഫസിസ് ആണ്. ഒരു പർട്ടിക്കുലർ സംഭവത്തിനെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എംഫസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പല രീതിയിലുള്ള എംഫസിസ് നമുക്ക് ഉപയോഗിക്കാം. അതൊന്ന് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കളർ കൊടുത്ത് നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെയുള്ള എന്ത് ഒരു കാര്യം ഒരൊറ്റ പർട്ടിക്കുലർ സംഭവത്തിന് മാത്രം എംഫസിസ് ചെയ്യുന്നു. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാമെന്നുള്ള പോലെ നമ്മൾ ഒരു ഡിസൈനിൽ കണ്ണ് ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ കണ്ണ് ഏത് ഇതിലാണ് വരുന്നത്, ഏത് ഡിസൈനിലാണ് വരുന്നത്, ലോഗോയിലാണോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഭവത്തിലാണോ, അത് കഴിഞ്ഞിട്ട് അടുത്ത മൂവ്മെൻറ്റ് അടുത്ത ഹൈലൈറ്റിൽ ഏതിലാണ് വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള റിപ്പീറ്റേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അത് കോൺട്രാസ്റ്റ് വെച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു റിപ്പീറ്റേഷൻ നമ്മൾ അറിയാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ പ്രിൻസിപ്പിൾസും കൂടെ നമുക്ക് കറക്റ്റ് ആവുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് പ്രപ്പോർഷൻ. എന്താണ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ? അതും ബാലൻസും നമുക്ക് ഒരു കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളങ്ങനെ സാധാരണ ഗ്രാഫിക് ഡിസൈനിൽ പറയാനുള്ളത് അതിൻ്റെ പ്രപ്പോർഷൻ തെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് റൂളേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പ്രപ്പോർഷൻ കറക്റ്റ് ആക്കുക. പിന്നെ സ്പേസിംഗ് ആണ്. ആ ഒരു സ്പേസിങ് കറക്റ്റായിട്ടുള്ള സ്പേസിങ് വലിച്ചു വാരി വയ്ക്കാതെ കറക്റ്റായിട്ടുള്ള സ്പേസിങ് അറേഞ്ച് ചെയ്യുക. അത് പാരഗ്രാഫിലും ടെക്സ്റ്റിലും ലോഗോസിലും എല്ലാത്തിലും ബാധകമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രിൻസിപ്പിളും നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സമ്മറി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് എല്ലാം കൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓവറായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഇതെല്ലാം കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ഡിസൈനിലുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിങ്ങളുടെ ഡിസൈൻ കുറച്ചും കൂടെ മനോഹരമാക്കാൻ സാധിക്കും. അപ്പം ഇത് നമ്മൾ ഒരു യൂണിവേഴ്സലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിസൈനറിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഡിസൈനിൽ നിങ്ങൾ ഇതെല്ലാം വെച്ച് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഡിസൈൻ സൂപ്പറാക്കുക.